അനുരാജിലേക്ക് പോകുന്നു. ശ്രീ എ കെ അനുരാജ്, ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചോ എന്ന ചോദ്യം അത്ര മോശം ചോദ്യമാണോ? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഈ സഭയിൽ വരാത്തത്? അല്ല, ഈ സത്യത്തിൽ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിപക്ഷ എം പിമാർ ചെയ്യേണ്ടത് എന്താണ്, ഏത് എം പി ചെയ്യേണ്ടത് എന്താണ്? പാർലമെൻറ്റിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യുക, അതിനോട് പ്രതികരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ഈ മൺസൂൺ സെഷനിൽ എത്ര ദിവസമാണ് ഭാരതത്തിലെ പ്രതിപക്ഷ എം പിമാർ ചർച്ചകളിൽ പങ്കെടുത്തത്? എന്തെല്ലാം ബില്ലുകൾ പാസ്സായി? എന്തെല്ലാം ചർച്ചകൾ അവിടെ നടന്നു? ഏതിലാണ് പ്രതിപക്ഷ എം പിമാർ സജീവമായി പങ്കെടുത്തത്? ഇപ്പം കേരളത്തിൽ നിന്നുള്ളൊരു രാജ്യസഭാ എം പി തന്നെ കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ധനമന്ത്രി പറഞ്ഞല്ലോ, ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കേൾക്കാൻ നിൽക്കാതെ പോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത്? എന്ത് ഉത്തരവാദിത്വ ബോധവും എന്ത് ആത്മാർത്ഥതയുമാണ് ഇതിനകത്തുള്ളത്? അതുപോലെ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ അവർ അല്ലെങ്കിൽ 0 അവർ ഇത്തരം സമയത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുകയല്ലേ. ഇന്നിപ്പോ എന്താണ് കേരളം അങ്ങനെയാണോ? ഉണ്ടല്ലോ, ചോദ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മറുപടിയാണ് വേണ്ടത്. മതിയല്ലോ. ആഭ്യന്തരമന്ത്രി എന്ന് വന്നു? പാർലമെന്ററി ആരാ പറഞ്ഞു ഇന്ന മന്ത്രി പറയണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം? എവിടെയാ വ്യവസ്ഥയാണ്? അത് ശരി, ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി മറുപടി പറയണ്ടേ? പാർലമെന്റിൽ മാൻഡേറ്റ് ആർക്കാ? പാർലമെന്റിൽ മാൻഡേറ്റ് ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിൽ മാൻഡേറ്റ് ആർക്കാണ്? NDA ക്കാണോ അതോ ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് പോലും സംഘടിക്കാൻ പറ്റാത്ത മാത്രമുള്ള പ്രതിപക്ഷത്തിനാണോ? പ്രതിപക്ഷത്തിന്റെ യാതൊരു അർത്ഥവുമില്ലാത്ത ആരോപണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ചർച്ച. എന്താണ് അർത്ഥമില്ലാത്തത്? റിപ്പോർട്ട് പ്രകാരം മനസ്സിലായിട്ടില്ല. ചോദ്യം ഇതാണ്, 16 പേർക്ക് പെല്ലറ്റ് ആക്രമണം ഏറ്റിട്ടില്ല. ഇല്ലില്ല, പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 16 പേർക്ക് പരിക്കേറ്റു എന്ന് അല്ലല്ല, പെല്ലറ്റ് വിഷയമാണ്. ആദ്യം പെല്ലറ്റ് പറയുന്നേ, പെല്ലറ്റ് പറയൂ, അത് ചോദ്യമല്ലേ. പെല്ലറ്റ് ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, വിദ്യാർത്ഥികളടക്കം 16 പേർക്ക്. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അതിനുത്തരം വേണ്ടേ? ആരുത്തരവിട്ടു ശ്രീ അനുരാജ്? ഇതിപ്പോ എന്നെക്കാട്ടിലും അതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ സ്മൃതിയാണല്ലോ പറയുന്നത്. പിന്നെ സ്മൃതി തന്നെ ചർച്ച ചെയ്ത രാജ്യത്തെ ഒരു പൗരൻ. ഈ മൺസൂൺ സെഷനിൽ എന്താ സംഭവിച്ചത്? ആദ്യം പൗരന്റെ ചോദ്യമൊക്കെ സ്മൃതിയെ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്റെ ചോദ്യം എന്നെ ഏൽപ്പിക്കാമല്ലോ. എന്റെ ചോദ്യം എനിക്ക് കേൾക്കാമല്ലോ. എന്റെ ചോദ്യം എനിക്ക് ചോദിക്കാമല്ലോ. ഞാൻ ചോദ്യം ചോദിക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നത്? പൗരന്റെ ചോദ്യം പറഞ്ഞേ. ഞാൻ പൗരനല്ലേ? എന്റെ ആങ്കറായിട്ടാണോ? അല്ല പൗരൻ അല്ല ചോദ്യം അല്ല ഇവിടെ ചോദ്യം ഇവിടെ ഒരു കപ്പാസിറ്റി ആങ്കർ. അല്ല, ആങ്കറിന് പൗരത്വമില്ലേ? ഇരിക്കുന്ന ഒരു നിരീക്ഷകനാണ്. ആങ്കറിന് പൗരത്വമില്ലേ? അങ്ങേക്ക് പൗരത്വമുണ്ട്. അങ്ങേക്ക് അങ്ങയുടെ പൗരത്വത്തെ കുറിച്ച് അഭിമാനമില്ലെങ്കിൽ ചോദിക്കുകയാണ്. അതൊരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അതൊരു സ്പെഷ്യൽ പ്രിവിലേജ് എടുക്കുകയാണ്. എന്ത് സ്പെഷ്യൽ പ്രിവിലേജ്? ചോദ്യങ്ങളാണോ സ്പെഷ്യൽ പ്രിവിലേജ്? നിങ്ങൾക്ക് ചോദ്യങ്ങളോട് എന്തൊരു അസഹിഷ്ണുതയാണ് ശ്രീ അനുരാജ്. അങ്ങേക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചതിനെ കുറിച്ച് സ്മൃതി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ മുഴുവൻ ഉത്തരവും പറയാൻ തയ്യാറാണ്. സമയം തരൂ, ഇടപെടാതിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഈ മൺസൂൺ സെഷൻ തുടങ്ങിയിട്ട് 20 ദിവസമായി എന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ദിവസത്തെ ഡിമാൻഡ് എന്തായിരുന്നു? നീറ്റ് ചർച്ച ചെയ്യണമെന്നായിരുന്നു. ചർച്ച ചെയ്തില്ലേ? അത് കഴിഞ്ഞപ്പോൾ CJP വന്നു, ചർച്ച ചെയ്തില്ലേ? അത് കഴിഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാന്റെ വിഷയം ധർമ്മേന്ദ്ര രാജിവെച്ചില്ലേ? ഇതുപോലെ ഓരോ ഘട്ടത്തിലും അത് കഴിഞ്ഞിട്ട് എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് പ്രധാനമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു വന്നു പ്രതിപക്ഷം. ഇങ്ങനെ ഓരോ സമയത്ത് ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ച് ഈ കഴിഞ്ഞ 20 ദിവസവും ചർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് അതിന് മറ പിടിച്ചു കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകളിലൂടെ, മാധ്യമ ചർച്ചകളിലൂടെ. ധർമ്മേന്ദ്ര പ്രധാൻ എപ്പോഴാണ് രാജിവെച്ചത്? ചെയ്യേണ്ട റോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എപ്പോഴാണ് രാജിവെച്ചത്? അതിന് ദിവസം ഈ സെഷന്റെ ഇടയിലാണ്. ഈ സെഷനിടയിൽ എന്തൊക്കെ കഴിഞ്ഞ ശേഷമാണ് രാജിക്ക് തയ്യാറായത്? അങ്ങ് പറയൂ. എത്ര പ്രതിഷേധം ഉയർന്ന ശേഷമാണ് രാജിക്ക് തയ്യാറായത്? അല്ല, നേരെ രാജിവെക്കുകയാണ് ധാർമ്മികമായ ഉത്തരവാദിത്വം ശ്രീ അനുരാജ്. അല്ല, എനിക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് NTA ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളത് വെറുതെ അങ്ങ് ചോർന്നതല്ല, ചോർത്തിയതാണ്. ആരാണ് ചോദ്യപേപ്പർ ചോർത്തിയത്?
അവിടുത്തെ പരീക്ഷാ നടത്തിപ്പ് പരീക്ഷ ചോദ്യങ്ങൾ ചോദ്യം തയ്യാറാക്കുന്ന വെറുതെ എക്സ്പേർട്സ് ചോദ്യം തന്നെ അല്ല, എക്സ്പേർട്സ് ഞാൻ തന്നെ ചോദിക്കട്ടെ, ചോദ്യം ഒരു പാത്രത്തിൽ ചോദ്യങ്ങൾ നമ്മൾ നിറച്ച് വെക്കുകയും ചോദ്യങ്ങൾ എടുത്ത് തനിയെ ചോദ്യം ഇല്ലില്ല പോവുകയാണ് ആ ചെയ്യുക. ചോദ്യങ്ങൾ ആരാണ് പറയുന്നത്? കേരളത്തിലടക്കം. NTA ഡയറക്ടറാണ് അല്ല, ശ്രീധരൻ രാജ്. ഈ കേരളത്തിലേക്ക് പറയുന്ന- പിന്നെ വരാം. ഇതാദ്യം പറയൂ. ആരാ? NTA ഡയറക്ടർ പറയുന്നു അതെ. കോച്ചിങ് സെന്ററിൽ ഈ അല്ല, എക്സ്പേർട്ട് തന്നെ ചോർത്തിയെന്ന് കോച്ചിങ് സ്മൃതി- സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നു. കോച്ചിങ് സെന്ററിൽ ചോർത്തിയെന്ന് കോച്ചിങ് കൊടുക്കുന്നു. സ്മൃതി പറഞ്ഞില്ലേ? അവിടേക്ക് ഈ ചോദ്യാവലി എടുത്ത് കേരളത്തിൽ ഉൾപ്പെടെ നൽകുന്നു. ചോർത്തിയിട്ടുണ്ട്. ഈ എക്സ്പേർട്സിനെ തെരഞ്ഞെടുത്ത NTA ഡയറക്ടറെ കേരളത്തിൽ ഉൾപ്പെടെ പറ്റിയാണ് ചോർത്തിയിട്ടുണ്ട്. പറയുകയാണ് എനിക്ക് വീഴ്ച പറ്റി, വലിയ മഹാവീഴ്ച പറ്റിയെന്ന് അതിപ്പോ NTA പറയുകയാണ്. ഡയറക്ടർ പറയാനുണ്ടോ? ഇപ്പോഴും തുടരുകയാണ് ആ സ്ഥാനത്ത്. അല്ല ഇതുവരെ ആരും പറഞ്ഞിട്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഇതുവരെ ഈ ചോർച്ച നടന്നു സ്മൃതിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ NTA ഡയറക്ടർ പറഞ്ഞപ്പോഴാണോ മനസ്സിലായത്? അല്ലല്ല, ഈ ചോദ്യം എങ്ങനത്തെ ചോർന്നുകൊണ്ടല്ലേ ചോർച്ച രണ്ടാമത് എന്ന് പരീക്ഷ സിബിഐയുടെ നടത്തിയത്? ഈ സംവിധാനങ്ങളെല്ലാം കുറ്റപത്രത്തിലുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ തുറന്ന സമ്മതിക്കലായി വന്ന പ്രതികരണമാണ്. അങ്ങ് പരിഹസിച്ച് അങ്ങനെ പോകണ്ട. ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ച് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ട ശേഷം ഇതെങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ? CBI അന്വേഷണം, CBI കൊടുത്ത കുറ്റപത്രത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ NTA ഡയറക്ടർ ഇതാ എനിക്ക് വീഴ്ച പറ്റി എന്ന കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു കേട്ടോ. ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണെന്നുള്ള അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെ പറയൂ, എന്തുകൊണ്ടാണ് ഈ പെല്ലറ്റ് ആക്രമണത്തെ കുറിച്ചുള്ള മറുപടി പറയൂ. അല്ല ഇത് അറിയില്ല ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാ. ഈ സെഷനിൽ എന്ത് സംഭവിച്ചു എന്ന് സ്മൃതി ചോദിച്ചപ്പോഴാണ് ഈ കാര്യം ഞാൻ വിശദീകരിച്ചത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങളുമായിട്ട് വരികയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ പറയുന്നത്? ആഭ്യന്തരമന്ത്രി നേരിട്ട് പറയണം. എന്താ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ അവിടെ പറഞ്ഞില്ലേ? ഇന്നിപ്പോ അവിടെ ബില്ലുകൾ അവതരിപ്പിച്ചില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രി അവതരിപ്പിച്ചില്ലേ? ബിസിനസ് നടന്നില്ലേ? എന്താ എവിടെയാ ഇപ്പൊ തടസ്സം ഉണ്ടായത്? ഇനി ഇപ്പൊ ആഭ്യന്തരമന്ത്രി വരാമെന്ന് പറഞ്ഞു, അപ്പോൾ ഇന്ന് വന്നില്ല എന്നായി. ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നോ? അപ്പൊ ഇനി നാളെ സഭ തീരാതെ ഇന്നെന്തിനാ ഇത് ചർച്ച ചെയ്യുന്നത്? അല്ല, നാളെ കൂടി ഉള്ളൂ. അപ്പൊ വന്നാ മതിയല്ലേ? അത്രയും സർക്കാരിനാണ് മാൻഡേറ്റ്. ജനം തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് തോന്നുമ്പോ പോകാനല്ല. എന്റെ സ്മൃതി, അവിടെ ജനങ്ങളുടെ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി നൽകാനാണ്. അതുകൂടിയാണ് ഉത്തരവാദിത്തം. ആര് പറയുമ്പോ ഈ ന്യൂനപക്ഷമായിട്ട് ജനം തെരഞ്ഞെടുത്ത് വിട്ടാണ്. എന്തൊരു പരിഹാസമാണ് അങ്ങേക്ക്. നിങ്ങൾ ഭൂരിപക്ഷമായതിന്റെ കഥകളൊക്കെ ഇവിടെ അറിയാം. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെ കുറിച്ചുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞാണല്ലോ. ഇതൊക്കെ കേരളത്തിലെ നിയമസഭയിൽ എന്താ സംഭവിക്കുക? അല്ല കേരളത്തിലെ നിയമസഭയിൽ എന്താ സംഭവിക്കാറ്? ഇപ്പൊ ഇവിടെ രണ്ട് മുന്നണിയും ഭരിക്കുന്നുണ്ടല്ലോ. ഈ ഭരണപക്ഷം പ്രതിപക്ഷം പറയുന്നതെല്ലാം അംഗീകരിക്കുകയാണോ? ഇപ്പോഴത്തെ നിയമസഭയിൽ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ വിഷ്വൽ കിട്ടുമല്ലോ. എന്താ സംഭവിക്കുന്നത്? അപ്പൊ എന്തുകൊണ്ടാ അവിടെ ഭൂരിപക്ഷം ആരാണോ അവര് പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ. ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഒറ്റ പ്രശ്നമേ ഉള്ളൂ സ്മൃതി. ഇപ്പൊ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണെന്നറിയോ? ഈ FCRA ബില്ല് വരും, അതിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതാണ് ഈ പ്രതിപക്ഷത്തിന്റെ കാര്യം. ഒരൊറ്റ MP-മാരും വിഷയം പഠിച്ചിട്ട് അവതരിപ്പിക്കുന്ന ആൾക്കാരില്ല. 2 മിനിറ്റ് സമയം കൊടുത്ത 2 മിനിറ്റ് ചർച്ച അവസാനിപ്പിക്കാൻ പറ്റാതെ എനിക്ക് പിന്നെ സമയം വേണമെന്ന് പറയണം. ഞാനിതാ പറഞ്ഞു. ആരെ കേൾപ്പിക്കാനാണ് സ്മൃതി? ആരെ കേൾപ്പിക്കാനാണ്? ഇതേ MP അല്ലേ പറഞ്ഞു എന്നെ ക്യാമറയിൽ കാണിക്കുന്നില്ല എന്ന്. ഒരു MP രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നെ ക്യാമറയിൽ കാണിക്കുന്നു അയാളെ വിഷയം അഭിനയത്തിന് വേണ്ടി മാത്രമല്ല, അഭിനയത്തിന് വേണ്ടിയല്ല, ക്യാമറയിൽ എല്ലാം പതിയണം. എല്ലാ ചോദ്യങ്ങളും പതിയണം. ചോദ്യങ്ങൾ പതിയണം. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പതിയണം. ശരി, മാൻഡേറ്റ് ആണ് ബലം. മാൻഡേറ്റ് വരാതിരിക്കാനുള്ള മാൻഡേറ്റ് ആണെന്ന് മനസ്സിലായിട്ടില്ല ശ്രീ അനുരാജ്. ഞാൻ ശ്രീ എം ഷിനാസിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അവിടെ പാർലമെന്റിൽ ഈ അപമാനം സഹിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മല സീതാരാമൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.